ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ടൂൾസ് ഫോർ കമ്പാറ്റിംഗ് ഓർ ഫൈറ്റിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് നമുക്ക് ഇതിൻ്റെ ഹെഡിങ് പറയുന്നത് പോലെ തന്നെ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ടൂൾസ്. ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫിസ്ക്കൽ പോളിസി ഇസ് ദ പോളിസി ഓഫ് ദി ഗവൺമെൻറ്. ഓക്കെ, യൂസിങ് ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് taxation, expenditure, borrowing, etc. So it has different components, First is taxation. Second is what? Second is expenditure. The government is making a lot of expenditure for various scheme, under various scheme. Then the government is also borrowing as well, So these are the three instruments. Okay. So these are the three tools or instruments through which the government frames or implements its monetary rather fiscal policy. Okay, so നമ്മളങ്ങനെ ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. ബേസിക് ഐഡിയയ്ക്ക് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ടാക്സേഷൻ നടത്തുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്, ബോറോയിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച്, ഇതാണ് ഫിസ്ക്കൽ പോളിസിയുടെ ടൂൾസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് എങ്ങനെ ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യാം, എങ്ങനെ ഡിഫ്ലേഷനെ ഫൈറ്റ് ചെയ്യാം, ഇതാണ് നമ്മളിന്ന് പഠിക്കേണ്ട ടോപ്പിക്. അതുപോലെ തന്നെ സെയിം ഇത് ഫിസ്ക്കൽ പോളിസി ഒരു പാർട്ടേ ഉള്ളൂ. സെക്കൻഡ്ലി ദർ ഇസ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി ടൂൾസ് ഉപയോഗിച്ച്, മോണിറ്ററി പോളിസിക്കകത്ത് നമ്മൾ അല്പം ബേസിക്സ് ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതുപോലെ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇങ്ങനെ വേറെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ബേസിക്സ് ഒക്കെ പ്ലസ് ടു തലത്തിൽ പഠിക്കാത്ത കുട്ടികൾ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറേ കോൺസെപ്റ്റാണ് ഇതൊക്കെ. ഇത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച്, ഇതാരുടെ ടൂൾസാണ്? ഇത് RBIയുടെ ടൂൾസാണ്, അല്ലെങ്കിൽ ഇത് സെൻട്രൽ ബാങ്കിൻ്റെ ടൂൾസാണ്. ഓക്കെ, RBI ആണല്ലോ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും ഫൈറ്റ് ചെയ്യാം. ഹൗ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ടൂൾസ് can be used for combating inflation and deflation in India. So that is the topic here. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബേസിക് കോൺസെപ്റ്റ് നമുക്ക് പഠിച്ചു പോകേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ബേസിക് കോൺസെപ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കഷൻ്റെ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞു. ഓക്കെ, സോ നൗ വി ആർ കമ്മിങ് ടു ഡിഫൈൻ വാട്ട് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഫസ്റ്റ്, before going to see the different instruments that can be used by both the central bank and the government to fight these two undesirable price situations. Okay, both the inflation and deflation are undesirable, they are not good. Okay, so inflation is a situation of sustained increase in the general price level. So what is inflation? Inflation is a situation of sustained increase in the general price level. General price ലെവലിലുള്ള സസ്റ്റെയിൻഡ്, സ്ഥിരമായിട്ടുള്ള ഒരു വർധനവിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇൻഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ ഓഫ് സസ്റ്റെയിൻഡ് ഇൻക്രീസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവലിലുള്ള സസ്റ്റെയിൻഡ് ഇൻക്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഡിസ്റ്റോർട്സ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ക്രിയേറ്റ്സ് മിസറി ടു ദി പീപ്പിൾ. ഓക്കെ, ലെറ്റ് മീ admit one more student. Okay, and so what is inflation? Inflation is a sustained increase. Sustain എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 3% ഇൻഫ്ലേഷൻ, അത് പിന്നെ കൂടി 5% ഇൻഫ്ലേഷൻ, പിന്നെ 7%, 9%, അങ്ങനെ ഇൻഫ്ലേഷൻ കൂടുക. അപ്പോൾ സസ്റ്റെയിൻഡ് ഇൻക്രീസ് ആണ്. അല്ലെങ്കിൽ 6.5, 6 അങ്ങനെ നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ. Inflation is a situation of sustained increase in the general price level. General price level increase in the rate ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹയർ ഇൻഫ്ലേഷൻ ഡിസ്റ്റോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും. നമ്മൾ ആ വാക്ക് പഠിക്കുമ്പോൾ ഡിസ്റ്റോർട്ട്. എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ചള്ളെന്ന് നമ്മൾ പറയുന്നത്? അത് മോശമെന്ന് നമുക്ക് പറയാനുള്ള കാരണം എന്താ? നമുക്കൊക്കെ എന്താ അറിയാം, ഫീൽ ചെയ്തറിയാം. നമുക്ക് ഇൻകം കിട്ടുവാണെങ്കിൽ നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങളുടെ വില ഭയങ്കര കൂടുതലാണ്, നമ്മുടെ ഇൻകം പോരാതെ വരും. നമ്മുടെ ഇൻകത്തിൻ്റെ എന്തു പറയും, പർച്ചേസിങ് പവർ കുറഞ്ഞു പോകും. പർച്ചേസിങ് പവർ കുറഞ്ഞു പോകും. എങ്ങനെ? സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് ഇൻകം ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങളുടെ വില ഭയങ്കര കൂടുതലായിരിക്കും. സെക്കൻഡ്, ഒരു കുട്ടിയും കൂടെ അഡ്മിറ്റ് ചെയ്യട്ടെ.
ഓക്കെ. അപ്പോൾ അതുപോലെ മനസ്സിലാക്കേണ്ടി അപ്പോൾ നമ്മുടെ ഇൻകം ഭയങ്കര കുറവായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രൈസ് ലെവൽ കൂടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വന്നുകൊണ്ടാണ്. രണ്ടും ഒരുപോലെ, പ്രൈസ് ലെവൽ കൂടിയെന്ന് പറഞ്ഞാലും ഇൻഫ്ലേഷൻ വന്നു പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ. സോ നൗ വെൻ യു ആർ കൺഫ്രണ്ടിങ് ഇൻഫ്ലേഷൻ, വെൻ യു ആർ കൗണ്ടിങ്, accommodating or measuring what we can say the bad effects of inflation, or when we are describing it as a distortion. It distorts means something deviates or badly affects economic activities. How it badly affects our economic activities. We know that from our daily life how inflation badly affects our welfare, because whenever the price of commodities are going up, what happens, our income becomes insufficient. So that what happens is that we feels that our income came down, or welfare has been reduced. So that is the one distorting effect that is on what welfare. ഇനി നമുക്കതല്ലാതെ ഉണ്ടല്ലോ, നമുക്ക് വേറെയുണ്ട്. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെ ഇൻഫ്ലേഷൻ മോശമാണ് നമുക്കറിയാം. പക്ഷേ ഒരു ഇക്കോണമി എന്ന നിലയ്ക്ക് ഇൻഫ്ലേഷൻ ഇക്കോണമിയിൽ എത്ര മോശമാണ് അത് നമുക്കൊന്ന് പഠിച്ചു നോക്കിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെൻ ദർ ഈസ് ഹൈ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയോ? അവർ സേവിങ്സ് ബിക്കംസ് ലെസ്. കാരണം നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ശതമാനം കിട്ടും? ഒരു 8% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഫ്ലേഷൻ ഒരു 10% ആണെങ്കിൽ ഉണ്ടല്ലോ, അതിലൊരു കോമഡി ഉണ്ട്. എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്ന പലിശ നിരക്ക് 8%, പക്ഷെ നമ്മളെ പണപ്പെരുപ്പം 10% കൊണ്ട് കൂടുക. അതിൻ്റെ അർത്ഥം ഈ വർഷം നമ്മൾ 100 രൂപയ്ക്ക്, കഴിഞ്ഞ വർഷം നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച സാധനം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ 110 രൂപയാവുക. കാരണം 10% ഇൻഫ്ലേഷൻ 10 രൂപ കൊണ്ട് കൂടുക. ഇനി നമ്മൾ ബാങ്കിൽ 100 രൂപ ഇട്ടു, അത് എത്രയായിട്ട് കിട്ടി? 108 രൂപയായിട്ട് കൂടി. ഉണ്ടോ? 100 രൂപ എന്നുള്ള 8 രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടി. 8%, 108 രൂപ കിട്ടി. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ 100 രൂപയുടെ സാധനം ഇക്കൊല്ലം മേടിക്കാൻ ചെന്നപ്പോൾ 110 രൂപ, നമ്മൾ ബാങ്കിൽ കിട്ടത് 100 രൂപ, അത് നമുക്ക് വലിയ സാധനം കിട്ടിയത് 108 രൂപ എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് നഷ്ടം വന്നു. നമ്മൾ ബാങ്കിൽ ഇട്ട പൈസ കൊണ്ട് ഇക്കൊല്ലം എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 2 രൂപ കുറവായി വരിക. അപ്പം ബാങ്കിൽ ഇട്ട നമ്മുടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു പോയി. അതിന് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും. ഈ വ്യത്യാസത്തെ കേട്ടോ, അതായത് -2 കൊണ്ട് കുറഞ്ഞു പോയി എന്ത് ഈ പലിശ നിരക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമുക്ക് മനസ്സിലായി കഴിഞ്ഞ പോലെ നമ്മൾ ബാങ്കിൽ 100 രൂപ ഇട്ടു, ഇക്കൊല്ലം 108 രൂപ കിട്ടിയുള്ളൂ. ഒരു സെക്കൻഡ്, ഒരു കുട്ടിയുടെ ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ടെ, മീര. ഓക്കെ. പിന്നെ ഞാൻ എന്നാ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതാണല്ലോ, നമ്മളിങ്ങനെ 108 രൂപയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായി നഷ്ടമായി പോയി ബാങ്കിലിട്ട്. നമുക്ക് 110 രൂപയെങ്കിലും കിട്ടിയായിരുന്നു ഈ അതുൽ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യം വരും. നമ്മളെന്തെന്ന് അറിയോ? നമ്മുടെ സേവിങ്സ് കുറയ്ക്കും. മനസ്സിലായല്ലോ? നമ്മൾ മാത്രമാണ്, എല്ലാവരും സേവിങ്സ് കുറയ്ക്കും. നമുക്ക് മനസ്സിലായി നമ്മുടെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് 10% കൊണ്ട് മൂല്യം നഷ്ടപ്പെടും. നമുക്ക് ബാങ്കിൽ നിന്ന് അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നില്ല. സോ സേവിങ്സ് കം ഡൗൺ. സേവിങ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇക്കോണമി ഇല്ലെന്നായി തീരും. കാരണം സേവ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം എല്ലാവരും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ സേവിങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. അപ്പോൾ ഇക്കോണമിക്ക് ഒരു നഷ്ടം വന്നു. പിന്നെ നമ്മളെല്ലാം എന്ത് അറിയോ? ഓടിപ്പോയി ഗോൾഡ് മേടിക്കും. നമ്മൾ ബാങ്കിലിട്ടാൽ നമുക്കൊരു വരുമാനമില്ല, ഷെയറിൻ്റെ വിലയൊക്കെ ആണെങ്കിൽ അതുപോലെ കൂടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഗോൾഡ് മേടിക്കും. അപ്പം നമ്മൾ ഗോൾഡ് മേടിക്കുന്ന അൺപ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു സെക്കൻഡ്, ഒരു കുട്ടിയോടെ ഞാൻ അഡ്മിറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് ഭയങ്കര ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എസ്പെഷ്യലി ഫിസിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ഇൻ ഗോൾഡ്, they are unproductive in the sense that the investors cannot use this investment made by households for employment creating productive investments. Okay, they can utilize savings, but they cannot utilize the investment made by the households in gold. So investment in gold is quite unproductive. That is not good from the economy's point of view. Okay, so whenever there is uncertainty, whenever there is high level of inflation, what we will try to put more money in physical assets or in assets like gold. So that is the behavior of the common people during the time of inflation. So inflation in this way reduces savings and it reduces investment. When it reduces investment, it reduces production. When production is reduced, employment is reduced. Okay, all those things we came to know during the last class. Okay, employment reduced, so economic growth comes down. So this is the way in which inflation, what we can say, distorts economic activities. When we describe that, or when we use the term distortion of economic activities, full meaning you should understand. Okay, this is the connection between inflation and its bad effect on the economy. Okay, so and creates misery to the people. This is the second side we had already
We already saw that means our welfare comes down. So these are the two important effects of inflation. So inflation is not good. So fighting inflation is an important responsibility of the government and the central bank. Okay, ഞാൻ മായ്ക്കാൻ നോക്കട്ടെ. മായ്ക്കാൻ നോക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും. ചോടെ മുകളിലോട്ട് കൊണ്ടേ മായ്ക്കാൻ നോക്കട്ടെ. താഴോട്ടെടുക്കട്ടെ. ഞാൻ മായ്ക്കാൻ നോക്കട്ടെ. ഓ ഇവിടെ കിട്ടി. ഓക്കെ ഓക്കെ ശരി. സോ നമ്മൾ ഏറ്റവും സെൻറ്റൻസ് ചെയ്യാവുന്നത് വായിക്കാം. സോ ഫൈറ്റിംഗ് ഇൻഫ്ലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ദി RBI. So there are two agents in the economy. We can call them as macroeconomic agents. Okay, what is that? Macroeconomic agents, or the agents in the economy who can influence the entire economy. Okay, this is how we call them as macroeconomic agents. They are two powerful agents in the economy who can influence the entire economy through their own economic activities. So these two agents are first government and second RBI. And the government's policy is known as fiscal policy, whereas the RBI's policy is known as what? Monetary policy. How this fiscal policy and monetary policy can be used to fight what? Inflation and deflation. Okay, so you should understand one thing. They have certain instruments or tools to fight inflation. Okay, they have certain tools to fight inflation, and these tools will be used differently in different situations. Okay, differently in different situations. The tools are the same once you understand the tool. Okay, once you understand how it is used in inflation to fight inflation, you can easily understand how it can be used in the opposite direction to fight in deflation, because inflation is opposite to deflation. Both are both are opposite developments on the price front. So that is about the introductory part. Now we are coming to see what is deflation. Deflation is a situation of declining price level. Okay, price level comes down. Okay, the price of a commodity, it was 10 rupees last month, now it is 9 rupees, maybe 8 rupees in the next month. And this here, what happens is the price level comes down. Reduced price level is good for the consumer, but it may not be good for the producer. And here comes the danger of deflation. Okay, how it becomes bad, and it is worse than inflation. Okay, it is worse than inflation. How it becomes bad? Because when the producer finds that the price of the commodity he produced comes down from 10 rupees to 8 rupees, he may face some losses. Okay, who faces losses? The producer faces losses. Okay, and to compensate loss, trending that the price of the commodity he sold in the market comes down, he starts reducing production. Okay, and reduced production means reduced employment. Okay, reduced employment means reduced income. Reduced income means what? Reduced economic growth. Okay, so this is the sequential way in which a deflationary situation badly affects the economy, and this is the angle from which we should understand how deflation is bad for the economy. Okay, so deflation is a situation of declining price level. There is nothing more is there about the defects of inflation, or dangerous outcome of inflation, but this is just a definition part. It is a situation where the general price level is coming down. That means the price level of all commodities, or most of the commodities, are coming down. And this is a rare situation as well. We are not feeling deflation usually. We are only familiar with inflation. This deflation situation is only you can witness in developed countries like the US, Japan, etc. And here, in the case of deflation, prices of goods and services comes down in general. Okay, not just for the price of one or two commodities, but generally for most of the commodities the prices are coming down. Only that situation we can call as deflation. Then what is the reason? Lack of demand is the main factor that may cause decline in prices, though rare in the Indian environment. If it happens, deflation is worse than inflation. Why deflation is worse than inflation? That is a point you have to always remember, because during the time of inflation, what happens is the price level goes up from 8 to 9 to 10 rupees. Okay, and here the producer finds that
the price of the product he produced increase from 8 to 9 to 10, so he will raise what? Investments. Okay, because it is profitable to sell the products at a higher price, then he will increase what? Production. Okay, then he will increase what? As a result of increased production, there will be high employment, high income, okay, high economic growth, isn't it? So in this angle, inflation is good, but it is good only to an extent. After that, there comes what? Distortion. And how far level inflation comes to be good, and after that it becomes a danger, that is a practical question. They say, the policymaker says that inflation of around 4% is good for economy. So 4% inflation is good for economy, because at 4% inflation, producers find it what we can say profitable to produce more, so they will raise their production, investment, and as a result employment, income, etc. increases. So this is the way in which also logic behind the statement that inflation is good to an extent. To an extent means only up to 4%. This is the empirical estimation. If inflation is 4%, it's okay. Okay, even now in India, the RBI's target inflation rate is 4%. Okay, so price level is increasing at 4%, and price level should not, what we can say, decrease. It is bad, because producers will start reducing production, investment, employment, etc. That is not good for the economy. So that's the difference between what we can say deflation and inflation, and its effect on the entire economic activities. Here, price of goods and service comes down in general, lack of demand, all such items we have seen. This is because deflation out of adverse business momentum featured by low investment, low employment, etc. So this is the main factor behind the statement that deflation is worse than inflation. Both inflation and deflation are bad, but deflation is worse because it reduces what? Investment, employment, production, etc. So that is the difference between inflation and deflation. The steps to fight inflation are made by using different policies: fiscal policy, monetary policy, and there can be some administrative policies as well, which are not in our syllabus. Okay, so these are traditionally used methods are classified into demand management and supply management measures. Okay, demand management, which manage the income of the people. Actually, it manage the income of the people. Okay, and supply management, okay, it affects the producers' attitude. Okay, the producers' activities, rather, producers should produce more, like that, and demand means the people should reduce their demand. Okay, so that is the two broad classification: demand management and supply management. But in your syllabus, that classification is not given, but still we should give that classification ourselves, because from the examination the question may be classified based on this demand management, supply management. Here, what is demand management? Demand management measures are mostly monetary policy measures by the RBI and some fiscal policy measures adopted by the government. Fiscal measures are controlling expenditure of the government and raising tax rates. So how it happens, how it works, etc. we'll see soon. Then before that, we are going to see how monetary policy can be used to fight inflation. Remember, to fight what? Inflation. Which instrument? Monetary policy measures or monetary policy instruments. And here there are a lot of monetary policy measures. Sometimes we may not have some basics in what we can say monetary policy. Monetary policy is the policy of the central bank or the RBI. Okay, and it has a lot of instruments or tools, okay, to fight inflation. And here, whenever you are studying about the inflation situation and its what we can say management, etc., one thing you should understand always, that fighting inflation is a responsibility of the central bank. Central banks are known for inflation fighting. Okay, so central banks are known for inflation fighting. That's a sentence you should always remember. And if inflation in the economy, okay, so if inflation in the economy goes up, the finger may be pointed towards what? The central bank.
The central bank has the responsibility. It is not the government, it's the central bank's responsibility to fight inflation. So fighting inflation is 85% responsibility of the central bank and 15% responsibility of the central government, okay, or government. We can say 85% it is a responsibility of the RBI. So RBI has a lot of instruments, tools, because whenever you are doing a warfare, okay, central banks are known for inflation fighting, okay, so it is a fight. In this fight, the RBI should have certain weapons or instruments. We call them as instruments of monetary policy. So such instruments we are referring here. What are those instruments? The repo rate, okay, repo rate. Okay, sorry. We are coming back. Okay, so നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? Monetary policy measures. Okay, so what are the instruments? The first instrument is repo or repo rate. Okay, second is cash reserve ratio. Third is open market operations. And so there are a lot more instruments as well, but the most important one is the repo rate. Okay, what is that? The repo rate. So you will go soon. We will see what is the meaning of repo rate, how it can be used like that. Okay, similarly there is cash reserve ratio. Then there is open market operations as well. But the most important one, I told you that it is repo rate. These instruments, both open market operation and CRR, are not now used as instruments to fight inflation. They are used to confront some other economic situations. Not only repo rate is now used. It is called the policy instruments. The means there is only one. Okay, the policy instrument to fight what? To fight inflation. This is the main policy instrument, the policy instrument. Okay, so the means the policy instrument to fight what? Inflation. So that much important is repo. And CRR and open market operation we are just referring, so that the teachers also should understand that these points, etc. These points are quite irrelevant. Okay, but the teachers of old age, they always insist on CRR because they may not be that much updated. So you should add these things as well. The most important one is repo rate, I told you. And we are going to see monetary policy measures include repo rate, cash reserve ratio, open market operation, and they are used in different manner to contain inflation. Through the monetary policy, RBI can tackle excess demand. That is the logic behind what we can say when we are saying that monetary policy is a demand management measure. Okay, the most important anti-inflation measure is the raising short-term interest rate or repo rate by the RBI under this monetary policy. Similarly, open market operation also will reduce money supply in the economy. Okay, now we are going to see what is the repo rate. What is the repo rate? Repo rate is the interest rate. Whether it is here, so if it is not, what is repo rate? Repo rate is the interest rate at which the RBI gives one-day loans to the commercial banks. Okay, commercial banks as well as scheduled banks. Scheduled banks and commercial banks are different, because some other banks are also added with the commercial banks to be classified or qualified as scheduled banks. So repo rate is the rate at which RBI gives one-day loans to whom? To commercial banks or scheduled commercial banks. Then why banks need one-day loan? We need loans for 7 years, 10 years or 15 years to construct a home like that. We need a 5-year loan to purchase a vehicle. Why banks need one-day loan? Because banks, they are facing a lot of problems. One is they faces liquidity problems. What is the situation of liquidity problem? Liquidity problem means a problem where you don't have immediate money in your hands. Suppose that your family may have 100 acres or 10 acres of land. Lot of money may be coming from those land through agriculture income. Once you sold such agriculture produce, okay, coming out of your farming, but that will take time.
you have 10 acres of land, okay, but sometimes you may not have enough money, immediate money in your hand. You are wealthy, you are having lot of income, which are coming in a timeline manner, but still you don't have immediate money, and this problem we call as a liquidity problem. Okay, liquidity problem is a problem when you don't have enough money to finance your immediate needs. You don't have immediate money. Okay, while sometimes you may not have income at all, so in that case also there is liquidity problem. Liquidity problem is inability to meet your immediate transactions because you don't have cash. So banks may not have cash for the transaction they have to do for tomorrow or day after tomorrow. In that case, what the banks can do? Bank cannot say to a customer that today we don't have money, so you should go back to home and come tomorrow. So people will never agree with that kind of an argument. So banks should always keep money, and if they don't have money, they will go to the RBI. Okay, electronically. Remember how electronically. Okay, electronically, and submit an application to get 1 day loan. Okay, and when the banks are asking 1 day loan from the RBI, the banks in return should give some collateral. What we can say, it is a some collateral in the form of securities. Okay, securities or government securities like that. So they should be kept with the RBI by this bank who is applying for this particular loan, 1 day loan. In return, RBI will give them the loan. Okay, and for that loan, the RBI charges an interest rate, and that is called repo rate. Okay, so repo rate is the interest rate charged by RBI. Okay, when giving 1 day loans to the commercial banks. So 1 day loan is a loan for adjustment. We know that. We can understand that it is an adjustment. It is some sort of an accommodation. Okay, temporary residential situation, temporary residence. So it is an accommodation, financial accommodation. Banks getting just 1 day loan from the RBI, and after 1 day it has to be repaid, and that situation is there with the RBI every day from Monday to Friday, not the serial. Monday to Friday, RBI gives 1 day loans to whom? To commercial banks. Commercial bank has to apply in the morning. They can give application in the morning as well as till the evening. Okay, they can get loan in the evening. Okay, day after tomorrow or tomorrow they have to repay the loan. So that becomes what we can say 1 day loans to meet what? Liquidity. Okay, so in this way all banks they always have liquidity in India, and this situation when RBI gives loans or 1 day loans or short time loans to the commercial bank to meet their liquidity problem, this particular facility where RBI gives 1 day loan is called liquidity adjustment facility. Okay, liquidity adjustment facility or LAF. And suppose that this is one side of the transaction between the RBI and the commercial banks. Okay, the commercial bank get 1 day loan from the RBI, but commercial bank have to give an interest called repo rate to the RBI. Similarly, when the commercial bank have excess money, they can park this money with the RBI, and in return they can get an interest from the RBI because the commercial bank have parked or stored money with the RBI. Okay, sorry. In that case, the commercial bank can get what we can say an interest called reverse repo rate. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പോ റേറ്റിനെ കുറിച്ച് പഠിച്ചു, റിവേഴ്സ് റിപ്പോ റേറ്റിനെ കുറിച്ച് പഠിച്ചു. രണ്ടും ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയിലാണ് വരുന്നത് നമ്മൾ കണ്ടു. ഇനി ഞാനൊരു കാര്യം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ, ഇതെങ്ങനെയാണ് ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറുന്നത്? എങ്ങനെയാണെന്ന് അറിയാം, അതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. സപ്പോസ് ദാറ്റ് ദി RBI increases what we can say the interest rate on 1 day loans to the commercial bank, okay, from 4% at percent to 6% എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരിക്കലും നടക്കില്ല കേട്ടോ, അത്രയും കണ്ട് കൂട്ടുകയില്ല. നമ്മൾ വിചാരിക്കാം 4% to 6% ഒരു ദിവസത്തേക്ക് കൊമേഴ്സ്യൽ ബാങ്കിന് RBI കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണത്? റിപ്പോ റേറ്റ്. കൂട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഓരോ ദിവസത്തേക്ക് ലോൺ എടുക്കുമ്പം
ആർ ബി കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി. ഓക്കെ, കൂടുമ്പം കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു അറിയോ? അവർ കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എന്ത് ചെയ്യും? കൂട്ടും. കാരണം ആർ ബിയുടെ നിന്ന് താൽക്കാലികമായിട്ട് ലോൺ കിട്ടുമ്പോൾ ആർ ബി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ലോൺ കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂട്ടാൻ ഉള്ള അധികാരം കൊമേഴ്സ്യൽ ബാങ്കിനുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ കൂട്ടണം. അതാണ് എൻ്റെ ഒരു കീഴ്വഴക്കം. സോ വെൻ എവർ ദി റിപ്പോ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ഓക്കെ, റിപ്പോ റേറ്റ് ഓഫ് ദി ആർ ബി ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, റിപ്പോ റേറ്റ് ഞാൻ ഫുള്ളായിട്ട് ഇവിടെ എഴുതാവേ. ഓക്കെ, സോ വെൻ എവർ ദി റിപ്പോ റേറ്റ് ഓഫ് ദി ആർ ബി, ആരുടെയാണ്? ആർ ബി ഈസ് ഇൻക്രീസ്ഡ്. ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക്സ് വിൽ ഇൻക്രീസ് ദെയർ വാട്ട്? ലെൻഡിങ് റേറ്റ്. ഓക്കെ, ബാങ്ക് എന്ത് ചെയ്യും? ലെൻഡിങ് റേറ്റ് കൂട്ടും. ബാങ്ക് ലെൻഡിങ് റേറ്റ് കൂട്ടുമ്പോഴല്ലോ കസ്റ്റമേഴ്സ് ലോൺ എടുക്കുകയില്ല, ലോൺ കുറയ്ക്കും. കാരണം അവർക്ക് മനസ്സിലായി ദി ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ബാങ്ക്സ് ലോൺസ്, വാട്ട് വി ക്യാൻ സേ, ഇറ്റ് ഗോസ് അപ്പ്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ബാങ്ക്സ് ലോൺസ് ഗോസ് അപ്പ്. സോ 1 second. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ ലോൺ അവർ കുറയ്ക്കും. ലോൺ കുറയ്ക്കുമ്പോൾ എന്തെന്ന് അറിയോ? ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യല ബിസിനസ് പീപ്പിൾ, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ലോൺ എടുത്ത് നമ്മളൊരു സാധനം EMI മേടിക്കില്ല, ആര്? കൺസ്യൂമേഴ്സ്. അപ്പം കൺസംഷൻ കുറയും, ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ കുറയും. ശരിയല്ലേ? കാരണം കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല എങ്കിൽ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ട് കുറയുമല്ലോ. ഇനി പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് പറയും? ഇൻകം കുറയും. ഇൻകം കുറയുമ്പോൾ എന്ത് കുറയും? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? സാധനങ്ങളുടെ വില കുറയും. എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, സോ ദിസ് ഈസ് ദ സീക്വൻഷ്യൽ വേ ഇൻ വിച്ച് an increase in the rate of interest by the RB, okay, or the repo rate reduces inflation in the economy. സോ എത്രയധികം ആ സീക്വൻഷ്യൽ വേയിൽ അത് വർക്ക് ചെയ്യുന്ന നോക്കിയോ. നമ്മൾ പറഞ്ഞു, അതായത് ആർ ബി റിപ്പോ റേറ്റ് കൂട്ടി, കൊമേഴ്സ്യൽ ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. കൊമേഴ്സ്യൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. അപ്പോൾ ലോൺ എടുക്കുന്നത് കുറയുന്നു. ലോൺ എടുത്ത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയുന്നു. ലോൺ എടുത്ത ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് കുറയുന്നു. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റും കൺസംഷൻ കുറയുന്നതുകൊണ്ട് എന്ത് പറയുന്നു? അൾട്ടിമേറ്റ്ലി പ്രൊഡക്ഷൻ കുറയുന്നു. പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് കുറയുന്നു? ഇൻകം കുറയുന്നു. ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുമ്പോൾ സാധനങ്ങളുടെ വില കുറയുന്നു. വില കുറയുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയുക. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് an increase in repo rate can force, okay, a decrease in what? Inflation or price level. Okay, I think you have got that idea. So this interaction or sequential interaction you should understand always, should remember as well. സോ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഒരു അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ എളുപ്പമുണ്ടായിരിക്കും. സോ വെൻ ദി ആർ ബി ഇൻക്രീസ് ദി റിപ്പോ റേറ്റ്, ബാങ്ക്സ് ഇൻക്രീസ് ദർ interest rate or lending rate, as a result consumption, investment extra falls and price level comes down. Okay, so that is one way. Let us go back to that beginning part. Inflation and monetary policy response by the RB. RB increase repo rate to contain inflation, sells government securities in the open market. Now what is its meaning? Government securities means, the securities issued by the government to mobilize loans from the general public. Okay, അവിടെ എന്ത് ചെയ്യുന്നറിയോ? ആർ ബി ആണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ. ഗവൺമെൻറ് വലിയൊരു എൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ബാങ്ക് വേണം. ഗവൺമെൻറ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ബാങ്കാണ് ആര്? ആർ ബി. അപ്പോൾ ആർ ബി എന്ത് ചെയ്യുന്നറിയോ? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? വിൽക്കുമ്പോൾ സെക്യൂരിറ്റീസ് എങ്ങനെയൊക്കെ പോകും? പബ്ലിക്കിലേക്ക് പോകും. 1000 രൂപയുടെ സെക്യൂരിറ്റി പബ്ലിക്ക് മേടിക്കുക. കടപ്പത്രം എന്ന് അതിനകത്ത് കേട്ടോ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ്. നമ്മൾ വിചാരിച്ചാൽ മതി. കടപ്പത്രം എന്ന് പറഞ്ഞാൽ കടം എടുക്കാൻ വേണ്ടി ഇഷ്യൂ ആണ്. ഒരു പേപ്പർ ജനങ്ങൾക്ക് കൊടുത്തു 1000 രൂപയുടെ. ജനങ്ങൾ എന്ത് ചെയ്യണം? 1000 രൂപ ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം. അല്ലെങ്കിൽ ആർ ബി വഴി ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പബ്ലിക്കിൽ പോകും. പബ്ലിക്കിൽ നിന്ന് 1000 രൂപ എങ്ങോട്ട് പോകും? ഗവൺമെൻറ്റിലേക്ക് പോകും. ഗവൺമെൻറ് ആണല്ലോ ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തത്. സോ ഒന്നുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് ഗവൺമെൻറ്റിന് വേണ്ടി ആർ ബി കാര്യങ്ങൾ നടത്തുന്നു. ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് ഓർ കടപ്പത്രം എന്ന് അതിന് പറയുന്ന വരും കേട്ടോ. ആർക്ക് കൊടുക്കും? പബ്ലിക്കിന് കൊടുക്കും. എത്ര രൂപയുടെ കടപ്പത്രം? 1000 രൂപയുടെ കടപ്പത്രം. പബ്ലിക് എന്ത് ചെയ്യും? 1000 രൂപ ₹1000 ആർക്ക് കൊടുക്കും? ഗവൺമെൻറ്റിന് കൊടുക്കും. അപ്പം സെക്യൂരിറ്റീസ് ജനങ്ങളിലേക്ക് വരും. 1000 രൂപ എങ്ങോട്ട് പോകും? ഗവൺമെൻറ്റിലേക്ക് പോകും. അപ്പം ജനങ്ങളിലിരിക്കുന്ന 1000 രൂപ പോയി എന്ന് പറഞ്ഞാൽ ജനങ്ങളിലിരിക്കുന്ന എന്ത് സംഭവിച്ചു? മണി സപ്ലൈ കുറഞ്ഞു പോയി. വെറും 1000 രൂപയാണ് പോയി. ഇതുപോലെ എത്രയോ ആക്ടിവിറ്റി ഗവൺമെൻറ് എത്രമാത്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ബി ഗവൺമെൻറ്റായിട്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ 1000 രൂപ എങ്ങോട്ട് പോയി? ഗവൺമെൻറ്റിലേക്ക് പോയി.
ശരിയല്ലേ? അപ്പം അത്രമാത്രം എന്ത് കുറഞ്ഞു? മണി സപ്ലൈ വിത്ത് ദ പബ്ലിക് കുറഞ്ഞു. മണി സപ്ലൈ കുറയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആളുകളിലെ അത്രമാത്രം ഡിമാൻഡ് കുറയും, സാധനങ്ങളുടെ മേലെ ഡിമാൻഡ് കുറയും. അപ്പോൾ എന്ത് കുറയും? പ്രൈസ് ലെവൽ കുറയും. ഓക്കെ, അപ്പം മണി സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് ലെവൽ കുറയും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുക? ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രം RBI ഓപ്പൺ മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നത്? ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നത്. സോ so that is the second way in which RBI can reduce inflation in the economy or can fight inflation in the economy. Still, this one is the most important one. Okay, so these are theoretically existing, that's all. And next is what is increase the cash reserve ratio. അതും കൂടെ നമുക്കൊന്ന് പറയാനുള്ള സമയമാണെന്ന് തോന്നുന്നു. ഒരു 2 മിനിറ്റിൻ്റെ കേസുള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ഇൻക്രീസ് ഇൻ CRR? ക്യാഷ് റിസർവ് റേഷ്യോ മീൻസ്, അതും കൂടെ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് പോയി വരാവേ. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേക്ക് ചെറിയൊരു പ്രോബ്ലം. നമുക്കിനി തിരിച്ചു വരുമ്പോഴത്തേക്ക് സമയം നമുക്കിപ്പം ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ.